ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യഥാർത്ഥ ശിഷ്യൻ ആരാണ് എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 21 മുതൽ 23 വരെയുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവെ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ യേശുവിന് പ്രിയപ്പെട്ടവനായി പ്രിയങ്കരനായി ജീവിക്കുന്നവനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹെനോക്ക് എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് നാം വായിച്ച് കടന്നു പോകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം: ഹെനോക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു, ദൈവം അവനെ എടുത്തുവെന്ന്. ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം ദൈവത്തിന് പ്രിയപ്പെട്ടതായിരിക്കണം, ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കണം അവൻ്റെ ജീവിതം. ദൈവത്തിൻ്റെ പാത്രീഭൂതനായി ജീവിക്കുന്നവൻ്റെ ജീവിതം എപ്പോഴും ദൈവകരങ്ങളിലായിരിക്കും. ആദം മുതൽ കടന്നു വരുന്ന കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ നാം ക്രിസ്തു ശിഷ്യന്മാരുടെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ ആയുസ്സും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആദം മുതൽ നോഹ വരെ ബൈബിളിൽ ദീർഘായുസിൻ്റെ വലിയ കഥ പറയുമ്പോൾ 930 വർഷം വരെ ജീവിച്ച ഒരാദത്തെ നാം കാണുമ്പോൾ 365 വർഷം കൊണ്ട് ജീവിതം ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു തീർത്ത ഹെനോക്കിനെ നാം കാണുന്നുണ്ട്. ജീവിച്ച വർഷത്തിൻ്റെ നീളമല്ല, മറിച്ച് വർഷിച്ച ജീവിതത്തിൻ്റെ മഹത്വം, ജീവിതത്തിൻ്റെ വലുപ്പം, ദൈവകൃപയുടെ അടയാളങ്ങൾ പതിപ്പിക്കാൻ നിനക്ക് സാധിച്ച നിൻ്റെ ജീവിതത്തിൻ്റെ നാളുകൾ, അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യനായി, ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവനായി നിന്നെ മാറ്റുന്നത് എന്ന് ഈ വചനം വായിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹെനോക്കിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു എന്നതാണ്. ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ ജീവിക്കുന്നുള്ളെങ്കിൽ പോലും എൻ്റെ ജീവിതം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറണം. 24 വർഷത്തെ ജീവിതം കൊണ്ട് ഒരു സന്യാസമഠത്തിൻ്റെ അന്തരംഗങ്ങളിലിരുന്ന് വിശുദ്ധയായി തീർന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ ഈശോയുടെ സ്വന്തം കൊച്ചുത്രേസ്യയായിരുന്നു. ഉണ്ണി ഈശോയുടെ സ്വന്തം കൊച്ചുത്രേസ്യ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ പേര് നോക്കി എൻ്റെ പേര് ചേർത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഈശോയുടെ സ്വന്തമാണ്, എൻ്റെ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ്, പ്രിയപ്പെട്ടവനാണ് എന്ന് പറയാൻ കഴിഞ്ഞാൽ ഈ ജീവിതത്തിന് മഹത്വമുണ്ടാവും. ഹെനോക്കിൻ്റെ ജീവിതം ദൈവത്തിന് പ്രീതികരമായതുപോലെ തന്നെ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റൊരു വ്യക്തിയെ കാണുന്നുണ്ട്, മോശയെക്കുറിച്ച്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാമെന്ന്. അപ്പനും അമ്മയും എന്നെ ഇഷ്ടപ്പെടുന്നു, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ എന്നെ ഇഷ്ടപ്പെടുന്നു, എൻ്റെ സഹപാഠികൾ എന്നെ ഇഷ്ടപ്പെടുന്നു, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെന്നെ ഇഷ്ടപ്പെടുന്നു. അവർക്കെല്ലാം നമ്മളെ വളരെ ഇഷ്ടമാണ്. എന്നാൽ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് ഇങ്ങനെയൊരു വാക്ക്, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ അറിയാമെന്ന് പറയാൻ കഴിഞ്ഞാൽ കഴിവുകളുടെയൊക്കെ ബാഹുല്യത്തിനപ്പുറത്തേക്ക് എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ് എന്ന് കേൾക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 48-ാം അധ്യായം 16-ാമത്തെ വചനം: ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ പാപത്തിൽ മുഴുകി ജീവിച്ചുവെന്ന്. ഈ 2 തലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം പാപത്തിൽ മുഴുകിപ്പോയ അവസ്ഥയായിരിക്കണം. ഏതാണ് തീരുമാനിക്കേണ്ടത്? ഞാനാണ്. തമ്പുരാൻ പറഞ്ഞില്ലേ, കർത്താവേ, കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവൻ മാത്രമല്ല, പ്രത്യുത എൻ്റെ ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ, പിതാവിൻ്റെ ഇഷ്ടം, യേശുവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക, യഥാർത്ഥ ശിഷ്യനായി മാറുക എന്ന്. ദൈവത്തിൻ്റെ കയ്യിലെ ഒരു പെൻസിൽ മാത്രമാണ് ഞാൻ അതുകൊണ്ടാണ് ദൈവം എഴുതി തീർക്കുക എന്ന് ഒരിക്കൽ മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ദൈവകരത്തിൽ ഒരു പെൻസിലായി മാറാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം.
ഒരു ക്രിസ്തു ശിഷ്യനായ എൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ യോഗ്യതയെന്ന് പറയുക എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് മുമ്പിലുള്ള സമർപ്പണമാണ്. കേൾക്കുന്നവൻ മാത്രമായി മാറാതെ സമ്പൂർണമായ ഒരു സമർപ്പണം. ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ മജ്ജയിലെ ക്യാൻസർ വന്ന വ്യക്തിയാ. തമ്പുരാൻ്റെ മുമ്പിൽ സൗഖ്യത്തിന് വേണ്ടി അനേകം പേര് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു. എങ്കിലും രോഗത്തിൻ്റെ പീഡകൾ ഇങ്ങനെ അനുദിനം അതിനെ കന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ഒരു സജഷൻ വെച്ചു, മജ്ജ ബോൺമാരോ മാറ്റിവെക്കാമെന്ന്. തൻ്റെ മക്കൾക്ക് ഒട്ടും സാമ്പത്തികമായ അവസ്ഥ കുറവാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് അമ്മ പറയുകയാ, ഇത്രയും നാളും ഞാൻ ജീവിച്ചു, ദൈവം ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നില്ലേ, ഞാൻ സന്തോഷവതിയാണ്, എനിക്കിത് മതി, ഇനി ഇല്ലാത്ത കാശുണ്ടാക്കി മജ്ജയൊന്നും മാറ്റിവെക്കണ്ട, ദൈവം എന്നെ വിളിച്ചാൽ പോകാൻ ഞാൻ തയ്യാറാണെന്ന്. ഞാൻ ചിന്തിക്കുകയാണ്, ഈ അമ്മച്ചി ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാവാം. എൻ്റെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില സങ്കടങ്ങളിൽ ദൈവത്തിനൊരു സമ്പൂർണ്ണ സമർപ്പണം എനിക്ക് കൊടുക്കാൻ പറ്റിയാൽ ഞാൻ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുകയാണ്. എൻ്റെ ജീവിതത്തിൽ അലസതയ്ക്ക് സ്ഥാനമില്ല. ഒരു മിനിറ്റ് പോലും വ്യർത്ഥമാക്കാത്ത ഒരു ജീവിതമായിരിക്കണം ക്രിസ്തു ശിഷ്യൻ്റേത്. അവൻ്റെ ജീവിതം കർത്താവിൻ്റെ വിശ്രമത്തിലായിരിക്കണം അവൻ വിശ്രമിക്കേണ്ടത്. എപ്പോഴും ദൈവത്തിന് വേണ്ടി ഓടുന്ന ഒരു വ്യക്തിയായിരിക്കണം ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുക. അതോടൊപ്പം തന്നെ അവന് മറ്റൊരു പ്രത്യേകതയുണ്ടാവണം. ദരിദ്രരോട് അടുപ്പം കാണിക്കാൻ അവന് പറ്റണം. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം മുഴുവൻ നാം വായിച്ച് കടന്നു പോകുമ്പോൾ അതിൽ 34-35 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ തമ്പുരാൻ്റെ ശിഷ്യൻ ചെയ്യേണ്ട, യേശുവിൻ്റെ ശിഷ്യൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടുന്ന് പറയുകയാ, എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിനെന്ന്. അതെ, നീ ഇതൊക്കെ ചെയ്തു തീർത്ത് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഈശോ നിന്നെ വിളിക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം സ്വന്തമാക്കാൻ വേണ്ടി. അതിനു വേണ്ടിയാണ് ഈശോ നമ്മളെ വിളിക്കുക. അത് എൻ്റെ ജീവിതത്തിന് അർത്ഥം തരുന്നതാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അടുത്ത കാര്യം ഈശോ പറയുന്നു, ഒരു ക്രിസ്തു ശിഷ്യനായി ഞാൻ മാറണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ വചനത്തിന് വലിയ സ്ഥാനമുണ്ടായിരിക്കണം. അവിടുന്ന് പറഞ്ഞു, വചനം എന്ന് പറയുന്ന വലിയ പാറമേൽ ഭവനം പണിത മനുഷ്യൻ തുല്യനായി മാറുന്നവനാണ് ക്രിസ്തു ശിഷ്യനെന്ന്. എനിക്ക് ദൈവത്തിൻ്റെ വചനം സ്വന്തമായി മാറുമ്പോൾ, വചനം എൻ്റെ കൂടെ ചരിക്കുമ്പോൾ ഞാൻ ക്രിസ്തു ശിഷ്യൻ്റെ പാതയിലൂടെ ചരിക്കുക തന്നെയാണ്. വചനമാകുന്ന യേശുവിനെ ഭക്ഷിച്ച് പങ്കുവെച്ച് ജീവിക്കുന്ന വ്യക്തിയായി ഞാൻ മാറും. സങ്കീർത്തകൻ 81:10 വചനം പറയുന്നു, നീ വാ തുറക്ക്, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാമെന്ന്. സങ്കീർത്തകന് ദൈവത്തിൻ്റെ വചനം മധുരമായി അനുഭവപ്പെട്ട മറ്റൊരു വചനഭാഗം നാം കാണുന്നു. വാ തുറന്ന് ദൈവസന്നിധിയിൽ വചനത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ അവൻ്റെ അധരങ്ങളിലേക്ക് ദൈവം വചനം വെച്ചു കൊടുത്തുവെന്നും വചനം അവന് മധുരമായി മാറിയെന്നും സങ്കീർത്തനം 119:103 വചനം പറയുന്നു. ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ എനിക്ക് എത്ര മധുരമാണ് എന്ന്. അതെ, സങ്കീർത്തകന് ദൈവത്തിൻ്റെ വചനം മധുരമായി തീർന്നവൻ ക്രിസ്തു ശിഷ്യനായി, ദൈവശിഷ്യനായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി മാറിയെന്ന അപ്പസ്തോല പ്രവർത്തനം 13:22 പറയുന്നു. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എൻ്റെ ഹിതം നിറവേറ്റുമെന്ന്. സങ്കീർത്തനം 81:10 വാതുറന്ന് ദൈവത്തിൻ്റെ വചനം ഭക്ഷിച്ച് 119:103 വചനം മധുരമായി അനുഭവപ്പെട്ട സങ്കീർത്തകനെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാ, അവൻ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനായി മാറിയെന്ന്. ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം ഈശോ മിശിഹായാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെടണം. നിന്റെ പണി ഇതുവരെയുള്ളത് എങ്ങനെയുള്ളതായിരുന്നു? നിന്റെ ജീവിതം യേശുവിന് വേണ്ടിയുള്ളത് എങ്ങനെയുള്ളതായിരുന്നു എന്ന് തിരിച്ചറിയുക. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, പിതാവിൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ പണിയുടെ മാറ്റ് ആത്മാവിൻ്റെ അഗ്നി തെളിയിക്കുമ്പോൾ അവിടെ മാറ്റു കുറയാത്ത ഒരു പണി തമ്പുരാൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ എനിക്ക് പറ്റണം. അതിന് ഞാൻ സമർപ്പിച്ച് വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തോട് ദൈവം തന്നെ ചേർത്ത് പിടിപ്പിക്കുന്ന ഒരു വലിയ മനോഹാരിതയുണ്ട്. അതാണ് വിശുദ്ധി എന്ന് പറയുക. യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നാം 19-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിൽ നാം കാണുന്നു, അവൻ്റെ അങ്കി തുന്നലില്ലാത്ത അങ്കിയായിരുന്നുവെന്ന്.
യേശുവിൻ്റെ അങ്കി തുന്നില്ലാത്ത അങ്കിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് കൂട്ടിച്ചേർക്കലുകളില്ല, അതിന് വിടവുകളില്ല, അതിന് കീറലുകളില്ല. എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി എന്ന് പറയുന്ന ഒരങ്കി തമ്പുരാൻ കൂട്ടിച്ചേർക്കുന്നത് അതിന് വിടവുകൾ ഉണ്ടാവാൻ പാടില്ല. ഇന്ന് എൻ്റെ ജീവിതത്തിലെ അങ്കിക്ക്, വിശുദ്ധിയുടെ അങ്കിക്ക് കുറവുകൾ, വിടവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് എൻ്റെ പ്രശ്നമാണ്. അതിനെ ഞാനൊന്ന് മാറ്റി പരിശോധിച്ച് പുനഃസ്ഥാപിച്ച് എടുത്തുകൊണ്ട് വരുമ്പോൾ വീണ്ടും എൻ്റെ ജീവിതം ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥ ജീവിതമായി മാറുകയാണ്. മറ്റൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കാറ്റുകളും കോളുകളും ഒന്നും അടിച്ചാൽ ഞാൻ വീണു പോവുകയില്ല. കൂടെ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന യേശുവിനെ എനിക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള എൻ്റെ ജീവിതത്തെ നോക്കിയാൽ യേശുവിന് അനുഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുക സ്നേഹമാണ്. ഞാൻ യേശു എന്നെ സ്വന്തമാക്കി കഴിയുമ്പോൾ, യേശുവിൻ്റെ വിശുദ്ധി എന്നെ അണിയിച്ചു കഴിയുമ്പോൾ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഉൾപ്പെടുന്ന മറ്റൊരു ഭാവം എന്ന് പറയുക സ്നേഹമാണ്. സത്താപരമായ സ്നേഹം, യേശുവിനോട് ഒന്നായി ചേർന്നിരിക്കുന്ന സ്നേഹം. ഫിലിപ്പിയരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ക്രിസ്തു ശിഷ്യൻ്റെ അനുഭവം അതാണ്. യേശു ക്രിസ്തു സ്വന്തമാക്കിയിരിക്കുന്ന അതേ അനുഭവത്തിലേക്ക് ഞാൻ വളർന്നുകൊണ്ടിരിക്കണം. കപടതയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നു പോകണം. ഇടുങ്ങിയ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഹൈവേ ആയിരിക്കില്ല. ഇടുങ്ങിയ വഴികളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരും. അവിടെയും താങ്ങായി നിൽക്കുന്ന യേശുവിനെ മുന്നിൽ കണ്ട് ഞാൻ കടന്നു പോകുമ്പോൾ ഒരു കാറ്റുകളും തിരമാലകളും എന്നെ വീഴിക്കുകയില്ല. നമുക്കറിയാം, ഈശോ കടലിൻ്റെ മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിന് തോന്നി, ഈശോയെ നോക്കിക്കൊണ്ട് ആ കടലിന് മീതെ ഒന്ന് നടക്കണമെന്ന്. നീ നടക്കുന്നത് പോലെ തന്നെ എനിക്കും നടക്കണമെന്ന്. ഈശോ ചെയ്യുന്നതൊക്കെ ചെയ്യണമെന്ന് ഇന്ന് എനിക്കും നിങ്ങൾക്കുമെല്ലാം ആഗ്രഹമുണ്ട്. പത്രോസിൻ്റെ ആഗ്രഹത്തെ ഒരു നിമിഷം പോലും നോ പറയാതെ വരാൻ പറയുന്ന ഒരു ഈശോയെ നാം കാണുന്നുണ്ട്. എൻ്റെ മനസ്സിലും ഞാൻ ആഗ്രഹിക്കും, എൻ്റെ ഈശോ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ എനിക്കും ചെയ്തു തീർക്കണമെന്ന്. ആ ആഗ്രഹങ്ങൾക്ക് അപ്പോഴേ യെസ് പറയുന്ന ഒരു ഈശോ നമ്മുടെ കൂടെയുണ്ട്. പത്രോസ് ഇതാ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നടന്നു വരുമ്പോൾ എവിടെയോ തിരമാലകൾ അടിച്ചോ, അതോ കാലിൻ്റെ അടിയിൽ ഒരു മീൻ കൊത്തിയോ? എന്താ അവന് സംഭവിച്ചത്? അവൻ്റെ കണ്ണുകൾ താഴേക്ക് പതിക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവന് പറ്റിയില്ല. അപ്പോൾ അവൻ വെള്ളത്തിലേക്ക് താന്നു തുടങ്ങി. ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് എങ്കിൽ എൻ്റെ കണ്ണുകൾ യേശുവിൻ്റെ മുഖത്ത് പതിഞ്ഞിരിക്കണം. അവനുള്ള സത്താപരമായ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും എന്നെ ഒന്നും മാറ്റി നിർത്തരുത്. പൗലോസ്ലീഹ പറഞ്ഞു റോമ 8:35, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, പീഡനമോ, നഗ്നതയോ, ദാരിദ്ര്യമോ? അങ്ങനെ അദ്ദേഹം ഓരോന്നോരോന്നായി എടുത്തു വെച്ചുകൊണ്ട് പറയുകയാ, ഈ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപ്പെടുത്തുമെന്ന്. ഒരമ്മ പറയുകയാ, അമ്മ സ്വന്തം മകൾക്ക് വേണ്ടി, സിസ്റ്ററായ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ അമ്മയ്ക്കൊരു ദർശനം കൊടുക്കുകയാ. മകള് ഇങ്ങനെ വെള്ളത്തിന് മീതെ നടന്നു പോകുന്നതായി കാണുന്നു. പക്ഷെ വെള്ളം മുഴുവൻ കറുത്ത് ഇരുണ്ട് ചെളി പിടിച്ചിരിക്കുന്നു. എങ്കിലും ഈ വെള്ളത്തിന് മീതെ ഭയമില്ലാതെ നടന്നു പോയി അക്കരെ എത്താറാകുമ്പോൾ വീണ്ടും നീണ്ട ഒരു ചതുപ്പ് നിലം, നിറയെ ചെളിയാണ്. വീണ്ടും അതിലൂടെ തന്നെ ഈ മകള് കടന്നു പോകുന്നു. അപ്പോൾ അമ്മ ശ്രദ്ധിക്കുന്നു, ഈ ചതുപ്പ് നിലത്ത് ചവിട്ടി കടന്നു പോകുമ്പോഴും ഈ മകളുടെ കാലിൻ്റെ അടിയിൽ ഒരു തുള്ളി പോലും ചെളി അവശേഷിച്ചിട്ടില്ല. അമ്മ ഈശോയോട് ചോദിച്ചു, ഈശോ എന്താണ് ഇതിന് കാരണമെന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, അവൾ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. അവളെ ലോകത്തിൻ്റെ ചെടികളിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയിട്ടിരിക്കുകയാണെന്ന്. ക്രിസ്തു ശിഷ്യനായ ഞാനും നിങ്ങളുമൊക്കെ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായി മാറുമ്പോൾ, ഈശോയുടെ വഴികളിലൂടെ നടക്കുമ്പോൾ, അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അശുദ്ധിയും പാപങ്ങളും മാറിപ്പോകും. എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ മുമ്പിൽ വലിയ ഒരു അനുഗ്രഹമായി അവിടുന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. ലോക ജനതയ്ക്ക് ഒരു അനുഗ്രഹമായി മാറും. അതിനാണ് തമ്പുരാൻ എന്നെ വിളിക്കുക. ഫിലിപ്പിയരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം ഇങ്ങനെ വായിക്കുന്നു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന്. ഇങ്ങനെ ഉറക്കെ പ്രഖ്യാപിക്കാൻ ഒരു ക്രിസ്തു ശിഷ്യന് സാധിക്കണം.
നീ ക്രിസ്തു ശിഷ്യനായി നിൻ്റെ ജീവിതം യാത്രകൾ ഇങ്ങനെ ആരംഭിച്ച് കടന്നു പോകുമ്പോൾ നീ 3 മലകളിലൂടെ കടന്നു പോകണം. നിൻ്റെ ജീവിതത്തെ 3 മലകൾ കണ്ടുമുട്ടും. നീ കടന്നു പോകുമ്പോൾ 3 മലകളിലൂടെ ചവിട്ടി നീ കടന്നു പോവുകയാ. ഒന്നാമത്തെ മലയെന്ന് പറയുക ഒരു മോറിയ മലയാ. ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മോറിയ മലയുണ്ട്. നമുക്കറിയാം, അബ്രാഹത്തിൻ്റെ ബലിയർപ്പണമാണ് മോറിയ മലയിൽ നാം കാണുക. ആറ്റുനോറ്റ് കാത്തിരുന്ന ഒരു കുഞ്ഞ്. ഈ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ ഇസഹാക്കിനെയും തോളിലെടുത്തുകൊണ്ട് അബ്രാഹാം മോറിയ മലയിലേക്കൊരു യാത്രയുണ്ട്. തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വേദനകളും സങ്കടങ്ങളും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ദൈവഹിതം അനുവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുക. ഞാനും കണ്ടുമുട്ടുന്ന ഈ മോറിയ മലയിൽ എൻ്റെ തമ്പുരാന് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം സമർപ്പിച്ചു കൊടുക്കണം. ഇഷ്ടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം അവന് മുമ്പിൽ സമർപ്പണം. അടിയറ വയ്ക്കുന്ന ഈ മോറിയ മലയുടെ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ ഒന്നാമതായി ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുക, ഈ മോറിയ മലയുടെ ദൈവഹിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ വഴികൾ നീ പിന്നിടുമ്പോൾ നീ എത്തിച്ചേരുന്ന മറ്റൊരു മലയുണ്ട്, ഹോറബ് മലയെന്ന് പറയും. അവിടെ നാം കാണുന്നുണ്ട് മറ്റൊരു വ്യക്തിയെ. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നുവെന്ന്. ഈ ഹോറബ് മലയിൽ ചെന്ന് നിൽക്കുന്ന മോശയുടെ മനസ്സ് നിറയെ നിരാശയുണ്ട്, ദുഃഖമുണ്ട്, ഭാരമുണ്ട്, വേദനയുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് രാജകൊട്ടാരത്തിന് സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട് നഷ്ടപ്പെട്ട് ഒരു വലിയ ഓട്ടം നടത്തി ആടുമേയ്ക്കുന്നവനായി തീർന്ന രാജകുമാരനാണ് ഹോറബ് മലയിൽ ചെന്ന് നിൽക്കുക. അവിടെ അവൻ്റെ മനസ്സിൽ വലിയ ദുഃഖമുള്ളപ്പോൾ ഈ ഹോറബ് മലയിൽ ദൈവം അവനെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം അവന് 3 സമ്മാനങ്ങൾ കൊടുത്തു. മുൾപ്പടപ്പിൻ്റെ 3 അഭിഷേകങ്ങൾ. 1, കത്തിജ്വലിച്ച് ചാമ്പലാകാത്ത ഒരു വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവദർശനത്തിൻ്റെ ഒരു അടയാളം കൊടുത്തു. എൻ്റെ ജീവിതത്തിലും നിരാശകളിലും വേദനകളിലും സങ്കടങ്ങളിലുമൊക്കെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ എത്തിച്ചേരേണ്ട ഒരു ഹോറബ് മലയുണ്ട്. എൻ്റെ ഇടവക ദേവാലയത്തിലുള്ള സക്രാരിയുടെ മുൻപിൽ, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ. അവിടെ എനിക്കൊരു ദൈവദർശനം കിട്ടും. മോശയെന്ന് വിളിക്കുന്ന സ്വരം കേട്ടതുപോലെ തന്നെ ഈ ജീവിതത്തിൻ്റെ അവസ്ഥകളെ കടത്തിവിടാൻ ദൈവം ഒരു സ്വരം നിൻ്റെ കാതുകളിൽ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു സ്വരം. യെശയ്യാ 43:1 യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നൊരു അഭിഷേകം. 3-ാമത്തെ അഭിഷേകം എന്ന് പറയുക ദൗത്യം നൽകി പറഞ്ഞയക്കുന്ന കരങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു അഭിഷേകം. ഇത് ഈ ഹോറബ് മലയിൽ ക്രിസ്തു ശിഷ്യന് കിട്ടിക്കഴിയുമ്പോൾ അവൻ മറ്റൊരു മലയുടെ അഭിഷേകത്തിലേക്ക് കടന്നു പോകും. അതാണ് താബോർ മലയുടെ അഭിഷേകം എന്ന് പറയുക. നമുക്ക് പലയാവർത്തി വായിച്ച് കടന്നു പോയ ഒരു സുവിശേഷ ഭാഗം. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യര് പത്രോസും യാക്കോബും യോഹന്നാനും, അവരെ കൂട്ടിക്കൊണ്ട് ഈശോ താബോർ മലയിലേക്ക് പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈശോയുടെ രൂപാന്തരീകരണം. തമ്പുരാൻ താബോർ മലയിലേക്ക് കയറി അവിടെ രൂപാന്തരപ്പെടുമ്പോൾ അവൻ്റെ രൂപാന്തരീകരണത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യരെ നാം കാണുകയാണ്. ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം സമർപ്പിച്ചും വിട്ടുകൊടുത്തും ത്യജിച്ചുമെല്ലാം അവൻ കടന്നു പോകുമ്പോൾ അവൻ്റെ കാതുകൾ ദൈവസ്വരം എത്തിപ്പെടുമ്പോൾ അവന് ദൈവം കൊടുക്കുന്ന അനുഭവമാണ് ഈ താബോർ മലയുടെ വലിയ അനുഭവം. പത്രോസ് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. തമ്പുരാൻ്റെ കൂടെ ഇരിക്കുന്ന അനുഭവത്തിലേക്ക് ക്രിസ്തു ശിഷ്യനെ മാറ്റി നിർത്തുന്ന ഒരവസരമാണ് ഈ താബോർ മല നമുക്ക് തരിക. എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും ഇത് കടന്നു പോകണം. ഈ മോറിയ മലയും ഈ ഹോറബ് മലയും ഈ താബോർ മലയുമൊക്കെ പിന്നിടാത്ത ഒരു ദിവസം പോലും ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിലില്ല. സങ്കടങ്ങളും വേദനകളും നിരാശകളും കടന്നു വരുമ്പോൾ നീ തമ്പുരാന് നിന്നെ അർപ്പിച്ചു കൊടുക്കണം. പോകണം, ഓടി യേശുവിൻ്റെ പക്കലേക്ക്, ആ ഹോറബ് മലയിലേക്ക് ഞാൻ പോകണം. ആ സക്രാരിയുടെ മുൻപിൽ പോയിരുന്ന് തമ്പുരാൻ എന്നെ ഒന്ന് സമർപ്പിക്കണം,
എൻ്റെ ജീവിതത്തിൻ്റെ ചില വേദനകളെ വിട്ടുകൊടുക്കണം. അവിടെ എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി ഇടപെടാൻ തുടങ്ങും. അവൻ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. എനിക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന മറ്റൊരു മലയെ കൂടി ഞാൻ കാണും, സീനായ് മല. കർത്താവ് അവിടെ മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 24-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം, എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക എന്ന വചനം. പ്രിയപ്പെട്ടവരെ, എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക എന്ന്. നീ തമ്പുരാന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയമാണത്. ക്രിസ്തു ശിഷ്യനായ നിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ അവൻ ഒരുക്കി ചേർക്കുന്ന ചില മേഖലകളുണ്ട്, ചില പ്രത്യേക അവകാശങ്ങളുണ്ട്, ചില പ്രത്യേക അഭിഷേകങ്ങൾ നിന്നെ തേടിയെത്തും. അതിനു വേണ്ടി നീ കാത്തു നിൽക്കണം, അവൻ്റെ സന്നിധിയിൽ കാത്തു നിൽക്കണം. അതിനു വേണ്ടി എനിക്ക് ജാഗ്രതയുള്ള ഒരു ഹൃദയം ഉണ്ടാവണം, ജാഗ്രതയുള്ളൊരു മനസ്സുണ്ടാവണം. എൻ്റെ തമ്പുരാൻ എപ്പോഴാണ് എന്നെ ദൗത്യം ഏൽപ്പിക്കുക എന്നറിയാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ടാവണം. ഈ മലയിലേക്കെല്ലാം കയറുവാനുള്ളൊരു ത്യാഗം എനിക്കുണ്ടാവണം. എപ്പോഴാണ് ഇതെൻ്റെ ജീവിതത്തിലുണ്ടാവുക? നിരാശകളും സങ്കടങ്ങളും വരുന്ന മോറിയ മലകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മോറിയ മലയുടെ അടിവാരത്തെത്തി നിൽക്കുന്നവരാണ് നമ്മളിൽ പലരും. അത് മുകളിൽ ചെന്ന് ബലിയർപ്പിക്കുന്ന സമർപ്പണത്തിലേക്ക് നാം ചെല്ലാൻ നമുക്കൊരു ത്യാഗമുണ്ട്, മല കയറിപ്പോകുന്നൊരു ത്യാഗം. തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ, ഘോര മലയിൽ ഇരിക്കേണ്ട ഒരവസ്ഥയുണ്ടല്ലോ. ചിലപ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് നാം പോയിരിക്കും, ചിലപ്പോൾ നാം സ്വയമേ പോയിരിക്കും. അവിടെ ഇരിക്കാൻ ഞാൻ കൊടുക്കുന്ന ഒരു സമയം, ഒരു ത്യാഗം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു അപ്പച്ചന് 16 വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മോന് വേണ്ടി. ഒട്ടും വിശ്വാസമില്ല, 20 വയസ്സായി അവന്. എൻജിനീയറിങ്ങിന് പഠിക്കുക, വിദേശത്ത് വന്നിട്ട് ഒന്നും അവൻ പഠിക്കുന്നില്ല, വിശ്വാസമില്ല, പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്ന് അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ച, അതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു കാര്യം ചെയ്യുമോ? മോനെ ഉപദേശിക്കാൻ പോയാൽ അവൻ കേൾക്കില്ലല്ലോ. അപ്പച്ചൻ തമ്പുരാൻ്റെ സന്നിധിയിൽ മോന് വേണ്ടി ഒരു 20 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ വാക്കുകൾ ഒത്തിരി വേദനിപ്പിച്ചു. അപ്പച്ചൻ പറഞ്ഞതിതാ, രാത്രിയും പകലും ഞാൻ വേല ചെയ്താണ് എൻ്റെ വീട്ടുകാരെ പോറ്റുന്നത്. 16 മണിക്കൂറോളം എനിക്ക് ജോലി ചെയ്യണം. ഇതിനിടയിൽ വന്നിട്ട് 20 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് സാധ്യമല്ല സിസ്റ്ററെ എന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ 20 മിനിറ്റെങ്കിലും അവൻ്റെ സന്നിധിയിലിരിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഞാൻ യേശുവിന് പ്രിയപ്പെട്ടവനായി ജീവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ആ ഒരു ത്യാഗം അതുമാത്രമേ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു 20 മിനിറ്റെങ്കിലും മനസ്സുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കുക. വേണ്ട 5 മിനിറ്റെങ്കിലും, ഒരു നന്മ നിറഞ്ഞു പറയാൻ ചെല്ലാനുള്ള സമയമെങ്കിലും യേശുവിന് കൊടുത്തു കഴിയുമ്പോൾ യേശു വരും. നീ പോലും അറിയാതെ നിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ നിൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കാനായിട്ട് തമ്പുരാൻ തൻ്റെ സ്വരം നിന്നെ കേൾപ്പിക്കാനായിട്ട്, പ്രിയപുത്രി എന്നുള്ള വലിയ അംഗീകാരം നിനക്ക് തരാനായിട്ട്, അവൻ്റെ തേജസ്സിൻ്റെ ശോഭ കാണാൻ ഈശോ നിൻ്റെ അടുക്കലേക്ക് വരും. അവിടെയാണ് നമ്മുടെ ജീവിതം അലങ്കരിക്കപ്പെടുന്നത്, അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക. അതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നാഴികകളിലും യേശുവിന് പ്രിയപ്പെട്ടവനായി, യേശുവിന് പ്രിയപ്പെട്ട ഹെനോക്കിനെ പോലെ ജീവിക്കാൻ എനിക്ക് പറ്റണം. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വിലപ്പെട്ട വ്യക്തിയായി ഞാൻ മാറണം. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള വ്യക്തിയായി ഞാൻ മാറണം. മലാക്കി 3:16-17 വചനം പറയുന്നുണ്ട്, അന്ന് കർത്താവിനെ ഭയപ്പെടുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറയുന്ന അവിടുന്ന് ശ്രദ്ധിച്ചു കേട്ടു. തന്നെ ഭയപ്പെടുകയും തൻ്റെ നാമത്തെ ധ്യാനിക്കുകയും ചെയ്യുന്നവരുടെ പേരുകൾ എഴുതി ചേർക്കേണ്ടതിന് സ്വർഗ്ഗത്തിലൊരു ഗ്രന്ഥം രചിക്കപ്പെട്ടുവെന്ന്. ആ ഗ്രന്ഥത്തിലായിരിക്കണം നമ്മുടെ പേരുകൾ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെയെല്ലാം തമ്പുരാന് കൊടുക്കാം. ഒരു നിമിഷം തമ്പുരാൻ്റെ സന്നിധിയിലൊന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. നല്ല ദൈവമേ, ദൈവത്തിന് പ്രീതിപ്പെട്ടവനായി ജീവിച്ച ഹെനോക്കിനെ പോലെ, അനേകം വിശുദ്ധരെ പോലെ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യയായി മാറുവാൻ എന്നെ അനുഗ്രഹിക്കണം. അങ്ങ് പറഞ്ഞില്ലേ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ മാത്രമല്ല,
അങ്ങയുടെ ഹിതം നിറവേറ്റുന്ന വ്യക്തിയായി മാറണമെന്ന് അങ്ങയുടെ മുൻപിൽ അടിയറ വയ്ക്കുവാൻ, സമർപ്പിക്കുവാൻ, കൂടെ ഇരിക്കുവാൻ, സത്താപരമായ സ്നേഹത്തോടെ ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് നിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ച് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുവാൻ, ശിഷ്യയായി മാറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതിനുള്ള എല്ലാ കൃപകളും അവിടുന്ന് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.